Hi friends, welcome to Michoos world. പുതിയ കപ്പിൾസിനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒരേപോലെ ഒരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി DIY ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇത് കാണുന്നത് പോലെയല്ല, ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ കൈയുടെ വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള ഒരു തെർമോക്കോളിൻ്റെ പീസാണ് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ക്വയർ ഷേപ്പാണ്. ഇനി തെർമോക്കോൾ പീസിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് നമുക്കിതിൻ്റെ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 5 സെൻറ്റിമീറ്റർ താഴെയായിട്ട് രണ്ട് ഭാഗത്തും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി മുകളിൽ മാർക്ക് ചെയ്തിട്ടുള്ള സെൻറ്റർ പോയിന്റിൽ നിന്നും രണ്ട് സൈഡിലോട്ടും ഇതേപോലെ വരച്ചു കൊടുക്കാം. ഞാനിവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ മോൻ്റെ കൈപ്പത്തിയാണ് പ്രിൻ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു വീടിൻ്റെ ഷേപ്പിൽ ഈ തെർമോക്കോൾ കട്ട് ചെയ്തത്. ഇനി കപ്പിൾസാണ് ഇതേപോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഹാർട്ട് ഷേപ്പ് ചൂസ് ചെയ്താൽ മതി. ഇനി കുറച്ച് വൈറ്റ് ഗ്ലൂവോ അല്ലെങ്കിൽ ഫെവിക്കോളോ നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി വേണ്ടത് 2 ടിഷ്യൂ പേപ്പറാണ്. നമ്മൾ മുഖമൊക്കെ തുടക്കാൻ ഉപയോഗിക്കുന്ന ടിഷ്യൂ പേപ്പർ എടുത്താൽ മതി. ഈ മുറിച്ച് വെച്ചിട്ടുള്ള തെർമോക്കോളിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഡൈലൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ വൈറ്റ് ഗ്ലൂ നന്നായി തേച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും നന്നായി തേച്ച് കൊടുക്കണം. ഇനി ടിഷ്യൂ പേപ്പർ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ടിഷ്യൂ പേപ്പറിൻ്റെ താഴെയുള്ള ലെയറാണ് നന്നായി ഒട്ടിയിട്ടുണ്ടാവുക. ഇനി മുകളിലുള്ള ലെയറും കൂടി ഒട്ടാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള വൈറ്റ് ഗ്ലൂവും കൂടി ഇതേപോലെ തേച്ച് കൊടുക്കണം. തെർമോക്കോളിൻ്റെ മുകളിലായിട്ട് ഈ ടിഷ്യൂ പേപ്പർ നന്നായി ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു തെർമോക്കോളാണെന്ന് ഇപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല. ഇപ്പോൾ ടിഷ്യൂ പേപ്പറും തെർമോക്കോളൊക്കെ നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പോപ്സിക്കിൾസ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് ഈ ചോക്കോബാറിൻ്റെ ഉള്ളിലുള്ള സ്റ്റിക്കാണ്. ഇതിങ്ങനെ ബൾക്കായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. ചെറിയൊരു വീടിൻ്റെ ഷേപ്പിലാണ് ഞാൻ ഈ പോപ്സിക്കിൾസൊക്കെ ഇതിൻ്റെ ചുറ്റും അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു സൈഡിലുള്ള ആർക്ക് ഷേപ്പ് ഇതേപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഫ്ലാറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ 2 പോപ്സിക്കിൾ തമ്മിൽ ജോയിൻ ചെയ്യാനും എളുപ്പമായിരിക്കും. ഈ പോപ്സിക്കിൾസൊക്കെ ലാസ്റ്റ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു ഫൈനൽ ഔട്ട്ലുക്കാണിത്. ഇനി ഓരോ പോപ്സിക്കിൾസും നമുക്ക് കളർ ചെയ്തെടുക്കാം. ഞാനിവിടെ റോസ് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം മാത്രം നമുക്ക് കളർ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ എല്ലാ ഭാഗവും ഞാനിതേപോലെ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കളർ ചെയ്തതൊക്കെ നന്നായി ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ തന്നെ നമുക്ക് വീണ്ടും അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നല്ല സെറ്റപ്പിലൊന്നും വെക്കണ്ട, ഒന്ന് റഫായിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇനി ഒരു ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഈ സ്റ്റിക്കൊക്കെ ഇതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഈ സ്റ്റിക്കൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. കുറച്ചധികം നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് ഇഷ്ടമുള്ള കുറേ കളേഴ്സൊക്കെ എടുത്ത് വെക്കാം. ഇനി നമ്മുടെ കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചെടുക്കണം. തുണിയിലൊന്നും തുടക്കേണ്ട ആവശ്യമില്ല, അതേപോലെ തന്നെ കൊണ്ടുവരണം. ഇനി നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നമ്മുടെ കൈയുടെ മുകളിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം. നമ്മുടെ കൈ ഓൾറെഡി കുറച്ച് നനവുണ്ടെങ്കിൽ നമ്മൾ ഈ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ പെയിൻ്റ് ഒന്നും ഡ്രൈ ആവില്ല, അല്ലെങ്കിൽ ചില ഭാഗത്തൊക്കെ ഡ്രൈ ആയിട്ട് നമുക്ക് കറക്റ്റായിട്ട് കൈൻ്റെ പ്രിൻ്റ് കിട്ടില്ല. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ വീടിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മുടെ കൈ പ്രസ് ചെയ്ത് കൊടുക്കണം. കൈ പ്രസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി കുറച്ച് നേരം കൂടി നമ്മൾ കൈ അവിടെ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ടിഷ്യൂ പേപ്പർ നമ്മുടെ കൈയുടെ കൂടെ പോരും. അപ്പോൾ ആകെ കൊളാവും. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ കൈയാണ്, ഇതെൻ്റെ കൈ, അതുപോലെ ഇതെൻ്റെ മോൻ്റെ കൈ. അവനക്ക് 2.5 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ഒരു കുഞ്ഞ് തെർമോക്കോൾ എടുത്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്.
അപ്പോൾ എൻ്റെ മോൻക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അവനെ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ചുമരിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ടുള്ള DIY നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.